ഹായ് എവരി വൺ. 2024 ആഗസ്റ്റ് സെപ്റ്റംബർ മാസം IPOകളുടെ ഒരു മാസമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ധാരാളം IPOകൾ ഈ ഒരു മാസത്തിൽ വരികയും നല്ലൊരു പ്രീമിയത്തിൽ തന്നെ അവ ലിസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും തന്നെ നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിനോടുകൂടെ ഈ ഒരു IPOകളിൽ നിന്ന് നേട്ടം കൊയ്തിട്ടുമുണ്ട്. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് IPO അലോട്ട്മെന്റ് കിട്ടുവാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളും അടുത്തു വരുന്ന പ്രധാനപ്പെട്ട IPOകളുമാണ്. അവയെ എന്തൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു IPO അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം, അവ എങ്ങനെ നേടിയെടുക്കാൻ ശ്രമിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് ആദ്യ ദിവസം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു പ്രോസസ്സിംഗ് റഷ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ആദ്യ ദിവസം തന്നെ അലോട്ട്മെന്റിലോട്ട് ആപ്ലിക്കേഷൻ അയക്കുക. UPI മാൻഡേറ്റ് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ 24 മണിക്കൂറിന് ശേഷമായിരിക്കാം UPI മാൻഡേറ്റ് വരിക. അപ്പോൾ ആ മാൻഡേറ്റ് അക്സെപ്റ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുകയും അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ആ ക്യാൻസലേഷൻ അപ്രൂവ് ആകുന്നതിന് മുമ്പേ നമ്മൾ വീണ്ടും റീഅപ്ലൈ ശ്രമിച്ചാൽ നമ്മുടെ ആ റീറ്റെയിൽ കാറ്റഗറിയിൽ നിന്ന് മാറി എംപ്ലോയി കാറ്റഗറിയിലായിരിക്കും ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു എററാണ്, നമുക്ക് ആ ഒരു അലോട്ട്മെന്റ് ലഭിക്കാൻ വളരെ സാധ്യത കുറവാണ്. സോ നമ്മളൊരു ക്യാൻസൽ ചെയ്തതിനു ശേഷം വീണ്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ്, എംപ്ലോയി കാറ്റഗറിയിലാണോ HNF കാറ്റഗറിയിലാണോ വന്നതെന്ന് നോക്കുക. ആ ഒരു ക്യാൻസലേഷൻ അപ്രൂവ് ആയതിനു ശേഷം മാത്രം റീഅപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ റീറ്റെയിൽ കാറ്റഗറിയിൽ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പലരും കാണാറുണ്ട്, നമ്മൾ റീറ്റെയിൽ കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്തത്, എന്നാൽ അലോട്ട്മെന്റ് വന്നത് എംപ്ലോയി കാറ്റഗറിയിലാണ് വന്നതെന്ന് പറയും. പക്ഷെ അതിന്റെ കാരണം നമ്മൾ ക്യാൻസൽ ചെയ്ത ഉടൻ തന്നെ നമ്മുടെ ബ്രോക്കറേജ് ആപ്പിൽ ആ ഒരു അലോട്ട്മെന്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്യാൻസലേഷൻ ആയിട്ട് വരികയില്ല. ചിലപ്പോൾ 24 hours എടുക്കും. അതിനുശേഷം അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റീറ്റെയിൽ കാറ്റഗറിയിൽ വീണ്ടും ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് ഈ IPO അലോട്ട്മെന്റുകൾ കിട്ടുവാനായിട്ട് നമ്മളൊരു പേരന്റ് കമ്പനിയുടെ ഷെയർ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ ഈ ഒരു IPO വന്നു. അപ്പോൾ ബജാജ് ഫിനാൻസിന്റെ ഒരു ഷെയർ ഹോൾഡർ ആയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു പ്രിഫറൻസ് നമുക്ക് അവിടെ ലഭിച്ചേനെ. ഒരു പേരന്റ് കമ്പനിയുടെ സബ് കമ്പനി ആയിട്ടാണ് ഒരു IPO വരുന്നെങ്കിൽ ആ പേരന്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്ത ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഷെയർ ഹോൾഡർക്ക് പ്രധാനമായും ഒരു മുൻഗണന ഉള്ളതാണ്. സോ ഇനി അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട IPOകൾ നമുക്ക് നോക്കാം. അവയുടെ പേരന്റ് കമ്പനികളിലും നമുക്ക് നോക്കാം. ആ ഒരു പേരന്റ് കമ്പനിയുടെ ഒരു ഷെയർ എങ്കിലും നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു അലോട്ട്മെന്റിൽ നമുക്കൊരു പ്രിഫറൻസ് ഉള്ളതായിരിക്കും. അപ്പോൾ ഇനി വരുന്ന IPOകൾ ഇവയൊക്കെയാണ്. ഒന്ന് ഹീറോ ഫിൻകോർപ്പ് എന്ന് പറയുന്ന ഒരു IPO വരുന്നുണ്ട്. ഹീറോ മോട്ടോർ കോപ്പാണ് അതിൻ്റെ പേരന്റ് കമ്പനി. ഈ ഒരു കമ്പനിയുടെ ഒരു ഷെയർ എങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു IPOയിൽ അലോട്ട്മെന്റ് ലഭിക്കാനുള്ള ഒരു പ്രിഫറൻസ് ഉണ്ട്. രണ്ടാമത് ഇന്ത്യ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു IPO വരുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയാണ് ഈ ഒരു കമ്പനിയുടെ പേരന്റ് കമ്പനി. മൂന്നാമതായിട്ട് HDB ഫിനാൻഷ്യൽ സർവീസസ്, HDFC ബാങ്ക് ആണ് പേരന്റ് കമ്പനി. നാലാമതായിട്ട് കാനറ റോബേക്കോ AMC ആണ്, കാനറ ബാങ്ക് ആണ് പേരന്റ് കമ്പനി. അഞ്ചാമതായിട്ട് ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റി ആണ്, ടാറ്റ മോട്ടോഴ്സ് ആണ് പേരന്റ് കമ്പനി. ആറാമതായിട്ട് NTPC ഗ്രീൻ എനർജി, NTPC ആണ് പേരന്റ് കമ്പനി. ആറാമതായിട്ട് ONGC ഗ്രീൻ എനർജി ഉണ്ട്, ONGC ആണ് പേരന്റ് കമ്പനി. അപ്പോൾ 6-7 കമ്പനികൾ ഉടൻ തന്നെ IPO ലിസ്റ്റിങ്ങിലോട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു പേരന്റ് കമ്പനികൾ മനസ്സിലാക്കിയിരിക്കുക. ആ ഒരു പേരന്റ് കമ്പനിയുടെ ഒരു ഷെയറെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ IPO അലോട്ട്മെന്റിൽ നമുക്കൊരു പ്രിഫറൻസ് ലഭിക്കുന്നതാണ്. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് IPO അപ്ലൈ ചെയ്യുക. പ്രത്യേകമായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്യാൻസലേഷൻ വന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഡേറ്റിൽ തന്നെ ആപ്ലിക്കേഷൻ നോക്കുക. പേരന്റ് കമ്പനിയുടെ ഒരു ഷെയർ എങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഇവയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് IPO അലോട്ട്മെന്റ് കിട്ടാനായിട്ട് പ്രിഫറൻസ് ഉണ്ട്. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.